നിങ്ങളോട് ഓരോരുത്തരോടും എന്റെ മനസ്സറിഞ്ഞ് നന്ദി പറയാണ് ആദ്യമേ തന്നെ. കാരണം ഒരിക്കലും ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. ജിത്തു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ. ഒരിക്കലും അതൊരു ചാനലായിട്ട് വരുന്നോ അങ്ങനെ ഒന്നും മനസ്സിൽ കണ്ടിട്ട് തുടങ്ങിയതൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ആ ഒരു എന്താ പറയാ കമന്റ് ആണ് ഞാൻ ഏറ്റവും വിലപ്പെട്ടതായിട്ട് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെ കമന്റ് ചെയ്യാൻ തന്നെയാണ് പറയാറുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ അവിട്ട് പറഞ്ഞിട്ടുമില്ല. ഒരു വീഡിയോയിലും നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഒരു വീഡിയോയിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അല്ലെ. പക്ഷെ കമന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കമന്റ് എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു ഊർജമാണ്. വല്ലാത്തൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം എന്റെ വീഡിയോസ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നു, അതിങ്ങനെ നിങ്ങൾ കണ്ടുപോകുന്നു. പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും അതെങ്ങനെയാണ് പതിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഫീഡ്ബാക്ക് കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അല്ലെങ്കിൽ നമ്മളെ തിരുത്തി തരുന്ന കാര്യമാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിയത്, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് നിർബന്ധമാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ കമന്റും ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിലും ഞാൻ എല്ലാ കമന്റിനും റിപ്ലൈ തന്നിട്ടുണ്ട്. എല്ലാ കമന്റ് എന്ന് വെച്ചാൽ ഒരൊറ്റ കമന്റ് ഒഴിയാതെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. റിപ്ലൈ കിട്ടാത്ത ഒരൊറ്റ കമന്റ് നമ്മളെ ചാനലിൽ ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു റിപ്ലൈ ആയിട്ട് വരുന്ന കമന്റില്ലേ, നിങ്ങൾ ഒരു കമന്റ് ചെയ്തു, അതിന്റെ റിപ്ലൈ ഞാൻ ഇട്ടു, വീണ്ടും നിങ്ങൾ അതിനൊക്കെ റിപ്ലൈ തരുന്ന സമയത്ത് റിപ്ലൈ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അപ്പൊ എന്നിട്ട് ഞാൻ ഓരോ കമന്റ് എടുത്ത് പോയി അപ്പുറത്തെ നോട്ടിഫിക്കേഷൻ മറ്റേ യൂട്യൂബിൽ പോയിട്ട് നോട്ടിഫിക്കേഷനിൽ പോയിട്ട് റിപ്ലൈ നോക്കണം. YT സ്റ്റുഡിയോയിൽ നമുക്ക് അതിന്റെ റിപ്ലൈ കാണുന്നില്ല. അതെനിക്ക് അതിന്റെ മെക്കാനിസം അറിയാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇരിക്കട്ടെ, ഞാൻ യൂട്യൂബിന്റെ വിശേഷങ്ങൾ പറയാം. അപ്പോ യൂട്യൂബ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങുന്നത് ജിത്തൂസ് ഡൈൻ എന്ന് പറയുന്ന കേക്കിന്റെ ചാനലാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ ഒരു ചാനൽ ആവണം അല്ലെ വരുമാനം കിട്ടണം എന്നൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയൊന്നുമല്ല. ഒരു ഒരു ക്യൂരിയോസിറ്റി വെച്ചാൽ ഇതൊക്കെ ആർക്കോ സംഭവിക്കുന്ന കാര്യമായിട്ടല്ലേ നമുക്കൊക്കെ അറിയുള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും എന്താ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി മാറി. എല്ലാവർക്കും അതിനെ പറ്റുള്ളൊരു വിവരവും ഇതൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ കേക്കിന്റെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ ആ സമയത്തൊക്കെ വീഡിയോ ഇട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ എടുക്കും, അത് ഈ കയ്യില് വീഡിയോ പിടിച്ചിട്ട് ക്യാമറ പിടിച്ചിട്ട് വീഡിയോ എടുക്കും, ഈ കൈ കൊണ്ട് കുക്ക് ചെയ്യും. എത്രയോ തവണ ഞാൻ വിചാരിച്ചത് ഇപ്പൊ അടുപ്പത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് തീയിലേക്ക് വീഴും ഉറപ്പാണ്. അങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ട് ആദ്യത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആ ചാനലിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ ചാനലിലെ വീഡിയോ ഇട്ടിട്ട് പിന്നെ അതിന് വോയിസ് ഓവർ കൊടുക്കണല്ലോ. അപ്പൊ എന്റെ കയ്യിൽ എങ്ങനെയാ വെച്ചാൽ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഒന്നുമില്ല. എന്റെ ഒരു ഫ്രണ്ടാണ് ഇത് എഡിറ്റ് ചെയ്യാം. അപ്പൊ എനിക്കിത് എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു ഫോണില് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ മൂവ് ചെയ്യും, എന്നിട്ട് വേറൊരു ഫോണില് വാട്സപ്പിലെ വോയിസ് നോട്ട് ഉണ്ടല്ലോ അത് രണ്ട് കയ്യിൽ രണ്ട് ഫോൺ വെക്കും. മാമീന്റെ ഫോണാണ് കൂടുതലും ഉപയോഗിച്ചത് കേട്ടോ. മാമീന്റെ കൂടെ ആയിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ ഈ കയ്യിൽ ഞാൻ എന്റെ വീഡിയോ എടുത്തത്, വീഡിയോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഈ കയ്യിൽ ഞാനിങ്ങനെ വോയിസ് വെച്ചിട്ട് ഇങ്ങനെ വോയിസ് ആയിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കും. എന്നിട്ട് അവിടുന്ന് അത് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ മാറി പിന്നെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതായത് ഈ ഒരു 5-6 മാസമായിട്ട് ഉണ്ടാവുള്ളൂ. ഈ അടുത്താണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ വോയിസും ഇൻഷോട്ടൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഇൻഷോട്ടിലാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. ഞാൻ ആദ്യത്തെ ജിത്തൂസ് ഡൈൻ ചാനൽ തുടങ്ങി. ആദ്യം ഒരു 25 വീഡിയോസ് ആണ് ഇട്ടത്. അപ്പോഴൊന്നും ആരും മൈൻഡ് ആക്കൂല കേട്ടോ. അതില് എങ്ങനെയാണെന്നറിയോ, അതിലിപ്പോ വീഡിയോസിന് ലൈക്കും കമന്റ്സും അല്ലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം, ഇത് മാമി അല്ലെ, ഇത് മാമൻ, ഇത് ഏച്ചി, ഇത് എന്റെ ഫ്രണ്ട് ഇവള്. ഓരോ സബ്സ്ക്രൈബർ വരുമ്പോൾ നമുക്കറിയാം ഇത് ഇവരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഓരോ സബ്സ്ക്രൈബേഴ്സിന് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഇന്നവരായിരിക്കും അത്. പക്ഷെ അറിയാത്ത ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അങ്ങനത്തെ രീതിയിലാണ് ആ ചാനൽ കേട്ടോ. പക്ഷെ ഈ ചാനൽ അങ്ങനെ ആയിരുന്നില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൂടെ ഞാൻ പറയാം. അപ്പൊ ആ ചാനൽ ഇങ്ങനെ ഓരോ ലൈക്കും കമന്റും വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നവരാണ് ഇത് ചെയ്തത് എന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ ഒരു കുറച്ച് 100 വ്യൂസ് അങ്ങനെയൊക്കെയാണ് ആ ചാനലിൽ ഫസ്റ്റ് വന്നുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ദിവസം നമ്മളത് 140 സബ്സ്ക്രൈബേഴ്സ് ആക്കി. അത് എല്ലാവരും നമുക്കറിയുന്ന ആൾക്കാര്, അറിയാത്തവരാരും ഇല്ല കേട്ടോ. ഒക്കെ നമുക്കറിയുന്ന ആൾക്കാര്, നമ്മളെ വാട്സപ്പ് കോണ്ടാക്റ്റിലുള്ള ആൾക്കാര്, നമ്മളെ ഫ്രണ്ട്സ്, അങ്ങനെ. അപ്പൊ അത് അങ്ങനെ ആക്കി. പക്ഷെ ആ ഒരു 100 പേര് കാണുമ്പോൾ തന്നെ കുറച്ചൊക്കെ പിന്നെ അറിയാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങും കേട്ടോ. അങ്ങനെ 25 വീഡിയോസ് ഇട്ടു. ആ സമയമാകുമ്പോഴത്തേക്കും 800 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണ് ആ സമയത്ത് വന്നത്. പക്ഷെ ഞാൻ അവിടെ സ്റ്റക്കായി. എനിക്ക് പ്രഗ്നൻസി ഒക്കെ ആയിട്ട് കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ കുറെ വർഷത്തേക്ക് വലിയൊരു ഗ്യാപ്പ് എടുത്തു. അപ്പം ആ ചാനൽ ചത്തുപോയി ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന്
ഫ്രീ ആയ സമയത്ത് വീണ്ടും ചാനൽ ഇടാൻ വിചാരിച്ചു. അപ്പൊ ആ ചാനൽ അവിടെ ഉണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കൂട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. ഉണ്ട്. പക്ഷെ അതില് കമന്റ്സ് ഒക്കെ വളരെ കുറവാണ്. ഒരു വീഡിയോന് ചിലപ്പോൾ 4 കമന്റ്, അല്ലെങ്കിൽ 10 കമന്റ്, 15 കമന്റ്. ഏതോ ഒരു വീഡിയോന് മാത്രം 30 കമന്റ്. ഇത്രയാണുള്ളൂ. അതിൽ കൂടുതൽ കമന്റും ലൈക്കും ഒന്നും വരുന്നില്ല. പക്ഷെ ഞാൻ അപ്പോഴും ഒക്കെ ഇങ്ങനെ ഇത് എടുത്ത് നോക്കുന്നുണ്ട്, അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് വീഡിയോസ് ഇട്ട് തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, എപ്പോഴും എനിക്ക് തോന്നും എന്തുകൊണ്ടാ അത് ഫ്രീസ് ആയില്ല കേട്ടോ ചാനൽ. അതെന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഒരു ചാനലിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്തിനെ കുറിച്ചാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം. ഒരു യൂട്യൂബർ ആവണം, എന്തെങ്കിലും ആയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡ് സെലക്ട് ചെയ്യാം. ഇപ്പൊ കുക്കിംഗ് ആണോ, അല്ലെങ്കിൽ മോട്ടിവേഷൻ ആണോ, ഡിവോഷണൽ ആണോ, അല്ലെങ്കിൽ വ്ളോഗർ ആയിട്ടാണോ, ലൈഫ് സ്റ്റൈലൊക്കെ കാണിക്കുന്ന രീതിയിൽ അങ്ങനെയാണോ, അല്ലെങ്കിൽ ടെക് ചാനലാണോ, ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒരു ഡിസിഷൻ എടുക്കുക. ഇന്നതായിരിക്കണം എന്റെ ചാനലിലെ വീഡിയോസ് എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമുക്കൊരു പേര് വേണം. പേരിടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, എന്റെ ചാനലിന്റെ പേര് ഞാൻ മാറ്റിയതാണ്, 3 തവണ മാറ്റിട്ടോ. 3ാമത്തെ പേരാണ് ജിത്തൂസ് ഡയൻ എന്ന കേക്കിന്റെ ചാനൽ. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ആദ്യത്തെ ചാനലാണ് കേട്ടോ. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചാനലിന്റെ കാര്യമല്ല. അപ്പൊ അതില് ആദ്യം ഞാൻ ഇട്ടിരുന്ന പേര് ഇറ്റ്സ് മീ ജിത്തു എന്നാണ്. കുക്കിംഗ് ആണ് മനസ്സിൽ വിചാരിച്ചത്, എന്നാലും ഇറ്റ്സ് മീ ജിത്തു. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഇത് നമ്മൾ സാധാരണക്കാരുടെ ഇടയിലേക്കൊക്കെ പോയിട്ട് ഇറ്റ്സ് മീ ജിത്തു, അത് സെഡ് ആണ് നമ്മൾ യൂസ് ചെയ്ത് എന്ന് പറഞ്ഞു കൊടുക്കും. ആ ചാനൽ ഉണ്ട് കേട്ടോ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയുമ്പോൾ ചാനലിന്റെ പേരെന്താ, അപ്പൊ നമ്മൾ ഇറ്റ്സ് മീ ജിത്തു. ഇറ്റ്സ് മീ ജിത്തു ഒരു 2-3 തവണ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം കേൾക്കുമ്പോൾ തന്നെ. പിന്നെ അവര് വീട്ടിൽ പോയിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ മറന്നേ പോകും. അങ്ങനെ ഒരു പേര് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അഥവാ ഇനിയിപ്പോ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് എന്നൊക്കെ പറയുന്ന ഒരു ITS ഒക്കെയാണ് അടിക്കുക. നമ്മളിത് കുറച്ച് സ്റ്റൈലാക്കിയിട്ട് സെറ്റ് ഒക്കെ ഇട്ടതുകൊണ്ട് അങ്ങനെ ചാനൽ ഇവർക്ക് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എപ്പോ പേര് യൂസ് ചെയ്യുമ്പോഴും അധികം ലെങ്തി ആയിട്ടുള്ള പേരെടുക്കാതിരിക്കുക. കുറച്ച് മെമ്മറിയിൽ നിൽക്കുന്ന ടൈപ്പ് വെറൈറ്റി പേരൊക്കെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ ജിത്തൂസ് കിച്ചൺ എന്നാണ് ആക്കിയത്. അപ്പൊ ജിത്തൂസ് കിച്ചൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓക്കെ ആട്ടോ. എല്ലാവർക്കും നല്ല പെട്ടെന്ന് പറയുമ്പോൾ തന്നെ കിട്ടുകയൊക്കെ ചെയ്യും. പിന്നീട് ഞാൻ ഈ ഒരു യൂട്യൂബിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, നമ്മള് സെയിം പേര് വേറൊരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങൾ ഈ മറ്റേ പ്ലേ ബട്ടൺസ് ഒക്കെ കിട്ടുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡ്യൂപ്ലിക്കേറ്റ് നെയിം നമ്മളെ ചാനലിന്റെ അതേ പേരുള്ള വേറെ ചാനലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടപ്പോൾ നമ്മളെ പേരൊന്ന് യുണീക്ക് ആക്കണം എന്ന് തോന്നി. അതായത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേരിൽ നമ്മൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത്തരത്തിൽ എനിക്ക് ഒരുപാട് നോക്കി, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. ശരിക്കും ഉള്ളതിൽ നല്ലതൊന്നും എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ ജിത്തൂസ് ഡൈൻ എന്ന പേരിലേക്ക് മാറ്റി. ഇപ്പൊ ജിത്തൂസ് ഡൈൻ ആണ് കേട്ടോ, ഇനി മാറ്റൂല. അങ്ങനെ അപ്പൊ ആ പേര് നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. ഇപ്പൊ ജിത്തൂസ് ഡൈൻ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മളെ ചാനൽ വരും. അങ്ങനെ പേര് സെലക്ട് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളെ ചുറ്റിലുള്ളവർക്ക് പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പിന്നീട് അത് ഓർമ്മയിൽ നിൽക്കുക. അല്ലെങ്കിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നതല്ല, നമ്മളൊരു വീഡിയോ കണ്ടു, ഇന്ന ചാനലാണെന്ന് നോക്കി ആ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാള് വീണ്ടും ആ വീഡിയോ കണ്ട് നല്ലോണം മനസ്സ് പതിഞ്ഞിട്ടുണ്ടാവും, നല്ല വീഡിയോ ആയിരിക്കും. പക്ഷെ വേറൊരാളോട് പറയുമ്പോഴോ, അല്ലെങ്കിൽ നാളെ ഞാൻ വന്നിട്ട് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ പേര് മെമ്മറി നിൽക്കൂല. അപ്പോൾ എല്ലാവരെയും മെമ്മറിയിൽ നിൽക്കാൻ പാകത്തിനുള്ള ഒരു പേര് നിങ്ങൾ കണ്ടുപിടിക്കാം. ഇതിന് ശേഷം വീഡിയോ തുടങ്ങിയതിന് ശേഷം ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോവാന്ന് വിചാരിക്കരുത്. ആദ്യം തന്നെ നിങ്ങളെ കയ്യിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു 4-5 വീഡിയോസ് കയ്യിലുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, ഒരു വീഡിയോ ഇട്ടു, ഉടനെ തന്നെ അധികം വൈകാതെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി അതിനുശേഷം നിങ്ങൾ കണ്ടന്റ് ഒക്കെ ആലോചിച്ച് പിന്നെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരാം. ഒരു ഹോസ്പിറ്റൽ കേസിൽ വന്നുപോയി അല്ലെങ്കിൽ ഒരു കല്യാണം വന്നു, അല്ലെങ്കിൽ കറണ്ട് പോയി 4-5 ദിവസത്തേക്ക്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കത് അവിടെ ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി ഒരു 4-5 വീഡിയോസ്, ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മാസമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്നൊഴിഞ്ഞ് ഒരു ലോങ് ഇട്ടു, ഒരു ഷോർട്ട് ഇട്ടു, ഒരു ലോങ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അടുപ്പിച്ച് വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ യൂട്യൂബിന്റെ അൽഗോരിതം വെച്ച് നമ്മൾ കുറച്ചൊന്ന് റീച്ച് ആവും. ഇതിങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ യൂട്യൂബില്. അപ്പൊ പെട്ടെന്ന് സജഷൻസ് പോകും. അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ. അപ്പൊ നമുക്കും മനസ്സിനൊരു സമാധാനമാണ്. ഈ വീഡിയോ ഇട്ടു, അതേപോലെ തന്നെയുള്ള അടുത്ത വീഡിയോ ഇട്ടു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ട് കേക്കിൻ്റെത് അല്ലെങ്കിൽ ബിരിയാണീൻ്റെത് ഒക്കെ റെസിപ്പി ഇട്ടിട്ട് ഒരു ദിവസം ഞാൻ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു വ്ളോഗ് ഇടാണ്, അതിന് നിങ്ങൾക്ക് റീച്ച് കിട്ടൂല. അപ്പൊ ഒരേ രീതിയിലുള്ള സംഭവങ്ങൾ, അതായത് എന്റെ ചാനൽ എന്താണോ അതേ കണ്ടന്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കാം.
പിന്നെ യൂട്യൂബിൽ ശ്രദ്ധിക്കേണ്ട ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഒരു യൂട്യൂബർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ടെക് ചാനലിനെ ഫോളോ ചെയ്തേ മതിയാവും എന്ന് എനിക്ക് തോന്നിയതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു ടെക് ചാനല് നമുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്റെ ചാനലിനെ നല്ല രീതിയിൽ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര സംഭവമായി അതല്ല കേട്ടോ പറയുന്നേ. ഇപ്പൊ എന്റെ ചാനല് ജിത്തു സ്റ്റാൻ എന്ന് പറഞ്ഞ ചാനല് ഒരു 20,000 സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തെത്തി. അതായത് 19,500 സംതിങ്. ഓരോ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഡെയിലി നോക്കൂ കേട്ടോ. അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അത്രയും വരെ എത്താൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് അതിങ്ങനെ നോക്കാൻ പാകത്തിന് ഉയരത്തിലുള്ള ഒരു നമ്പറാണ് കേട്ടോ. എനിക്ക് ഒരു സബ്സ്ക്രൈബർ കൂടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. 1 മില്യണോ അല്ലെ 50K അതൊന്നും അല്ല എന്റെ സ്വപ്നം. എനിക്ക് കിട്ടുന്ന ഓരോ ദിവസം വരുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഭയങ്കര സന്തോഷം. കുഞ്ഞി സന്തോഷങ്ങള്. 100 200 ആയപ്പോ ഞാൻ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് സന്തോഷിച്ച്. 200 300 ആവുമ്പോൾ ഞാൻ സന്തോഷിക്കും. അതേപോലെ ഓരോരോ 1K വെച്ചൊക്കെ കൂടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് 1 മില്യൺ ആവണം എന്നൊന്നുമില്ല സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പൊ എനിക്ക് ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് അൽഗോരിതങ്ങളുണ്ട് യൂട്യൂബിന്റെ. അത് നമുക്ക് ഈ ഒരു ടെക് ചാനലിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക് ചാനൽ അവരുമായിട്ട് പറഞ്ഞിട്ടോ അവർക്ക് പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല, പക്ഷെ എനിക്ക് അവരെ ചാനൽ അത്രയും യൂസ്ഫുൾ ആണ്. സാധാരണക്കാരന് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ഏറ്റവും നല്ലൊരു ചാനലായിട്ട് ഞാൻ ഒരുപാട് ടെക് ചാനൽ ഞാൻ ഇങ്ങനെ കണ്ടു നോക്കും. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് അധികം വളച്ചൊടിക്കാണ്ട് നമ്മളിങ്ങനെ ആകാംക്ഷാഭരിതരൊന്നും ആക്കാണ്ട് കാര്യം പോലെ പെട്ടെന്ന് പറഞ്ഞു തരുന്ന ഒരു ചാനലാണ് J4 ടെക്. അതായത് ജിജോ എന്നാണ് അവരെ പേര്. J4 ടെക് എന്ന് തന്നെയാണ് പേര് തോന്നുന്നു. J4 ടെക് അല്ലെങ്കിൽ ഞാനിവിടെ എഴുതി കാണിക്കാൻ നോക്കിയിട്ട് കേട്ടോ. J4 ടെക് അത് തന്നെയാണ്. ജിജോ എന്നാണ് അവരെ പേര് കേട്ടോ. നല്ല മനുഷ്യൻ. അവരെ കോണ്ടാക്ട് നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്റെ യൂട്യൂബിന് എന്ത് പറ്റിയാലും എന്റെ ചാനലിലെ ഡോക്ടർ അവരാണ്. എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ ഞാൻ ബേജാറാവുമ്പോൾ അവരെയാണ് വിളിക്കാം. അപ്പൊ അവര് ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് ഉത്തരം തരും കേട്ടോ. അങ്ങനെ അപ്പൊ കോപ്പിറൈറ്റ് ഇഷ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളെ ചാനലിനെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമോ ലിങ്ക്? അത് നമ്മളെ വീഡിയോ ഇട്ടിട്ട് നമുക്കൊരു ഇഷ്ടമായിരിക്കുമല്ലോ അതെങ്ങനെയാ ഫോണിൽ കാണുന്നതെന്ന് അറിയാം. ഞാൻ എന്റെ വീഡിയോ ഇട്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ കാണണം, ഓ എന്തൊരു ഭംഗിയാണ് ഞാൻ പറയുന്നത് എന്ന് വിചാരിച്ച് നോക്കിയിരിക്കരുത് കേട്ടോ. അപ്പൊ നമ്മളെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യൂല. അതായത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് അങ്ങ് പോകും. നമ്മളെ വീഡിയോസ് നമ്മൾ തന്നെ കണ്ടോണ്ടിരിക്കരുത് എന്ന്. അത് മറ്റുള്ളവർ കാണട്ടെ, നമ്മൾ കാണണ്ട അങ്ങനെ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ നോക്കാം. പിന്നെ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ചാനലിന്റെ താഴെ തന്നെ വന്നിട്ട് കമന്റ് കാണുന്നുണ്ട്, ഒരുമിച്ച് മുന്നേറാം, എന്നെ ആരൊക്കെയുണ്ട് കൂടെ വരൂ, നമുക്ക് മുന്നേറാം, ഒരുമിച്ച് മുന്നേറാം. എനിക്ക് കമന്റ് ഇട്ടു, സബ്സ്ക്രൈബ് ചെയ്തു, തിരിച്ചും തരണേ എന്നൊക്കെയുള്ള കമന്റുകൾ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ഒരു കമന്റ് നിങ്ങൾ ചെയ്യരുത്. ചെയ്യുന്ന സമയത്ത് അത് സ്പാം അടിക്കും, അത് ബുദ്ധിമുട്ടാവും. അതായത് നമ്മളോട് ഇപ്പൊ അവർ വന്നിട്ട് പറയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തു, എനിക്ക് തിരിച്ചു തരണേ എന്ന് കാണുമ്പോൾ ഇത് ഞാൻ അപ്പൊ തന്നെ തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും പണി കിട്ടും അവർക്കും പണി കിട്ടും. അതുകൊണ്ട് അത്തരത്തിലൊന്നും നിങ്ങൾ ചെയ്യരുത്. പിന്നെ ഞാൻ ഒരിക്കലും ഇതൊരു എന്താ പറയാ മോണിറ്റൈസ് ആവണം, എനിക്ക് ഇതിൽ നിന്ന് പൈസ വരണം എന്നൊരാഗ്രഹത്തോടു കൂടി ചെയ്തതല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു പാഷൻ പോലെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം 1 മാസം കൊണ്ട് മോണിറ്റൈസ് ആയി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ ആക്കി തരാം, ഇത്ര വാച്ച് അവർ ആക്കി തരാം. അതായത് മോണിറ്റൈസ് ആവുക എന്ന് പറയുന്നത് പൈസ കിട്ടുന്ന കാര്യമാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെ. അപ്പൊ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാനദണ്ഡം ഉണ്ട് യൂട്യൂബിന്. ഇത്ര സബ്സ്ക്രൈബേഴ്സും വേണം, ഇത്ര വാച്ച് അവറും വേണം എന്നുള്ളത്. അത് നമുക്ക് ആരൊക്കെങ്കിലും ടെക് ചാനലിനൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തു തരും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, എൻ്റെ ഇത് ഇപ്പോ കേക്കിന്റെ ചാനലാണ്. അതിലിപ്പോ ആ വീഡിയോസിന് ഞാനിപ്പം പൈസ കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ എന്റെ ഏട്ടൻ പോലും ആ വീഡിയോ കാണാറില്ല, എന്റെ അമ്മയും കാണാറില്ല, അച്ഛനും കാണാറില്ല. നമ്മളെ സ്വന്തക്കാർക്ക് പോലും അത് അങ്ങനെ സമയം കണ്ടെത്തി കാണാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കത് യൂസ്ഫുൾ ആയ വീഡിയോ അല്ല. കേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് താല്പര്യമുള്ളവർ മാത്രമല്ലേ അതിങ്ങനെ ദിവസം ഇരുന്ന് കാണുള്ളൂ. അല്ലാത്തവർ ഇതിങ്ങനെ ദിവസം ഇരുന്ന് കാണുമോ? ഇല്ല. അപ്പൊ ജെന്യുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുന്നതാണ് നമ്മളെ ചാനലിന്റെ ആരോഗ്യത്തിന് നല്ലത്. കാരണം വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാന്നുള്ളത് മാത്രമായിട്ട് കാര്യമൊന്നുമില്ല. അതിന് ആനുപാതികമായിട്ട് നമുക്ക് വാച്ച് അവർ കൂടണം, നമുക്ക് റീച്ച് കൂടണം, അതായത് വ്യൂസ് ഉണ്ടാവണം, ചാനലിന് എൻഗേജ്മെന്റ് കൂടണം. അതായത് വ്യൂസും കമന്റും ഒക്കെ ആയിട്ട് ഒരു എൻഗേജ്മെന്റ് ഒക്കെ കൂടി മുന്നോട്ട് പോകുമ്പോഴല്ലേ നമുക്ക് ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഞാനിങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട് സബ് ചെയ്ത് ഇടിച്ചു
പക്ഷെ അവരൊന്നും കാണണം നിർബന്ധമില്ല. ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവരൊക്കെ എന്നോട് ചാനലിന്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ ജിത്തൂസ് ഡാൻ അങ്ങനെ പറയാറില്ല. കാരണം ജിത്തൂസ് ഡാൻ എന്നാണ് അത്. ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, എൻ്റെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊന്നും ഇതൊന്നും ഇരുന്ന് കാണാൻ പോകുന്നില്ല. നേരല്ലാത്ത നേരത്തിന് കേക്കിന്റെ വീഡിയോസ് ആണ് അവർ കാണുന്നത്. റെസിപ്പി വീഡിയോസ് അവർ കാണാൻ പോകുന്നില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാട്ടോ. പിന്നെ വെറുതെ ഇങ്ങനെ സബ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് നമുക്ക് തന്നെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മുടെ വീഡിയോ ക്വാളിറ്റി കൂട്ടുക, അത് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. നമ്മളെ വീഡിയോന്റെ ക്വാളിറ്റി കൂടുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസിലൊന്നും അഹങ്കാരം കൊണ്ടൊന്നും അല്ല കേട്ടോ. ഞാനൊരു വായാടിയാണ്, ഞാൻ വാതോരാതെ സംസാരിക്കും. അപ്പോൾ കേക്കിന്റെ വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ ശ്വാസം പിടിച്ചിട്ടാണ് ചില സമയത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ വീഡിയോ തീർന്നു. അങ്ങനെ എനിക്കൊരു കമന്റ് ഇടണേ എന്ന് പറയാനുള്ള സമയം കിട്ടിയിട്ട് ലാസ്റ്റ് ഞാൻ ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്ത് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കമന്റ് തരണേ എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ഒറ്റ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയാറില്ല, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു ഒപ്പിക്കാനുള്ളൊരു നേരമില്ല. അതിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് വേറെയും പറയാനുണ്ട് അങ്ങനെ. പക്ഷെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സിൻസിയർ ആവാം. എന്നുവെച്ചാൽ ഒരു തമ്മിൽ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് കൊടുക്കുക, ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ പിന്നെ അതല്ല സംഭവം തോന്നൂലേ. അങ്ങനെ തമ്മിൽ കാണുമ്പോൾ നമ്മൾ ചോദിക്കും എന്തോ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുൾമുനയിൽ നിർത്തുന്ന തമ്മിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അന്ന് പോയി. രണ്ടാമത്തെ ദിവസം വരുമ്പോൾ നമ്മൾ കയറി നോക്കും, അന്നും പോയി. മൂന്നാമത്തെ ദിവസം തമ്മിൽ കാണുമ്പോൾ നമുക്കറിയാം ഇത് നമ്മളെ വെറുതെ മുൾമുനയിൽ നിർത്തിയല്ലോ, ഇതല്ല ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കും. അപ്പൊ അത്തരത്തിലൊന്നും ചെയ്യാതെ സത്യസന്ധമായിട്ട് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് തിരിച്ചെന്തായാലും കിട്ടും കേട്ടോ. അങ്ങനെ ഇപ്പൊ ഞാൻ ആ ഒരു ചാനല് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയി. എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരു, എന്താ പറയാ, ഞാൻ ഇങ്ങനെ ഒരു മരവിപ്പിലിരിക്കുന്ന പോലെയായിരുന്നു കേട്ടോ എനിക്കത് മോണിറ്റൈസ് ആയപ്പോ. അതിനുശേഷം ആ വീഡിയോയില് നമ്മളൊരു വ്ളോഗ് ചെയ്തിരുന്നു, അതിനൊട്ടും റീച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു അന്നേരം ആ സംഭവം. അപ്പൊ ഞാൻ വീട്ടില് വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്തു. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് പേർക്കെങ്കിലും അത് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം. അവര് നിരന്തരമായിട്ട് എൻ്റെ അടുത്ത് കമന്റ് ചെയ്തപ്പോ എനിക്ക് വേറൊരു മെയിൽ ഐ ഡി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് സുധിയേട്ടന്റെ 3ാമത്തെ ഷോപ്പിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് റെക്കോർഡ് ചെയ്തു. പക്ഷെ എനിക്കിത് എവിടെ സേവ് ചെയ്യാൻ സ്പേസ് ഇല്ല. എനിക്ക് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് കേക്കിന്റെ വീഡിയോസ് എടുക്കാൻ ഫോണിൽ സ്ഥലം ഇല്ലാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഈ മെയിൽ ഐ ഡിയിൽ യൂട്യൂബ് ചാനൽ പോലെ അങ്ങ് അപ്ലോഡ് ചെയ്യാം. ആരോടും പറയണ്ട, ഇങ്ങനൊരു ചാനലുള്ള കാര്യം ആരോടും പറയണ്ട. അത് എനിക്ക് വേണ്ട സമയത്ത് അവിടെ കാണാലോ, അത് നെറ്റിൽ അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോസ് ഡിലീറ്റ് ആക്കിട്ടോ. പക്ഷെ അതിന് അത്യാവശ്യം വ്യൂസ് ഒക്കെ വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതെങ്ങനെ അത്രയും വ്യൂസ് വന്നതെന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം ഞാൻ പിന്നീട് ആ ചാനൽ മറന്നേ പോയി, കാരണം അത് അങ്ങനെ എടുത്തതൊന്നും അല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ആൾക്കാർ ഇങ്ങനെ നിരന്തരം ചോദിച്ചു, എന്റെ വാട്സപ്പ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഫോണിൽ ചോദിച്ചപ്പോൾ എനിക്കിതെല്ലാവരും എടുത്ത് ഇങ്ങനെ ഫോണിൽ പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കുകയാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്താണ്, അതെന്താ ചെയ്യണ്ടേ, എങ്ങനെ തെളിയിക്കണം എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആക്കാം. വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തു. രണ്ടുപേർക്ക് ഞാൻ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ പറയുന്ന വീഡിയോ വോയിസ് ഒരുപാടുണ്ടല്ലോ, വെച്ചാൽ കാണിച്ചു തരണം എന്നൊക്കെ പറയുമ്പോഴേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് മറ്റേ ചാനലിൽ ഇടുക, എന്നിട്ട് ചോദിക്കുന്നവർക്ക് മാത്രം ഈ ചാനലിന്റെ പേര് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഈ ചോദിച്ച ഒരു 10 ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഈ ഒരു സാധനത്തിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റൂട്ടോ. ഇത് ചോദിക്കുന്നവർക്ക് മാത്രം ആ വീഡിയോ ഇട്ട് കൊടുത്തു. ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് നോക്കുമ്പോൾ 5K. ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. എന്താന്ന് വെച്ചാൽ സത്യമായിട്ടും അതൊരു ചാനലാക്കി കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവമല്ല ജിത്തു സുധി. ഞാൻ ഞെട്ടിപ്പോയി. പിറ്റേന്ന് നോക്കുമ്പോൾ 5K, പിന്നെ ഒരു ഉച്ചയായപ്പോൾ 8,000 ആൾക്കാർ വ്യൂസ് ആയി. അതിങ്ങനെ പിടികിട്ടാണ്ട് ഇങ്ങനെ പോവാണ്. 10, 15, 20, 25, 30, 35 പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട കുന്തം പോലെ നിൽക്കുകയാണ്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വീഡിയോസിന്റെ അടിയിൽ ഇഷ്ടംപോലെ ഡൗട്ട് കാര്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ അതിന്റെ റിപ്ലൈ ആയിട്ട് നമുക്ക് കമന്റിൽ എങ്ങനെ എഴുതി പിടിപ്പിക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ, വോയിസ് ആണേലും വേണ്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ കമന്റിൽ വരുന്ന ഡൗട്ടുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് അടുത്തൊരു വീഡിയോ ഇട്ടപ്പോ അതും ഭയങ്കര റീച്ചായി. അതിനുശേഷം പിന്നെ ഈ വീഡിയോസ്, ആ തുടക്കത്തിലിട്ട ആ വീഡിയോന്റെ ഉത്തരങ്ങളായി പിന്നെയുള്ള വീഡിയോസ്. ഈ ജിത്തൂസ് ഡാൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം ഞാൻ കൊണ്ടു നടന്ന ആ ചാനലിനെക്കാട്ടിലും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്
ജിത്തു സുധി റീച്ചായി. അത് ഒറ്റ ആഴ്ച കൊണ്ട് 1K അടിച്ചപ്പോൾ ശരിക്കും എനിക്കതൊരു ഷോക്കായിരുന്നു കേട്ടോ. മറ്റേ ചാനൽ നമ്മൾ എത്ര കാലം എടുത്തിട്ട് ഒരു 1K ആയതെന്നറിയോ? അപ്പൊ ഇതൊരാഴ്ച കൊണ്ട് 1K ആയപ്പോൾ എനിക്ക് ശരിക്കും കിളി പറന്ന പോലെയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കൊണ്ട് അത് മോണിറ്റൈസ് ആയപ്പോൾ ഇതിന്റെ വ്യൂസും വാച്ച് അവറും കൂടുന്ന കണ്ടിട്ട് എനിക്കിങ്ങനെ എന്താ പറയാ, എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയതുപോലത്തെ ഒരവസ്ഥ. അതൊക്കെ ഓരോരോ ലെക്കായിട്ടാണ് വെച്ചാൽ, പ്രത്യേകിച്ച് ഞാൻ അതിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ജനങ്ങൾ അത്രയും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ച കാര്യമായതുകൊണ്ടായിരിക്കും അതങ്ങനെ റീച്ച് ആയത്. അങ്ങനെ അത് പിന്നെ ഒരു മാസം കൊണ്ട് മോണിറ്റൈസ് ആയപ്പോ എന്റെ അറ്റാക്ക് വന്ന പോലെ ആയിപ്പോയിട്ടോ. നിങ്ങൾ ആലോചിച്ചൊക്കെ അങ്ങനെയൊക്കെ ആയാൽ ശരിക്കും ഒരാള് നമുക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അതിൽ നിന്ന് പൈസ വന്നപ്പം ജിത്തു സുധീന്ന് ഞാൻ വാങ്ങിച്ച പൈസ, അതായത് യൂട്യൂബ് എനിക്ക് തന്നിട്ടുള്ള ആ പൈസേനേക്കാൾ കൂടുതലാണ്, അതിന്റെ ഇരട്ടി പൈസയാണ് എനിക്ക് ജിത്തു സുധീന്ന് പെട്ടെന്ന് വന്നത്. ഞാൻ ശരിക്കും ഷോക്കായി പോയി. പക്ഷെ അതിന്റെ കുഴപ്പം എന്താ, എവിടെയാ പറ്റിയെന്ന് അറിയോ? ഞാൻ ഒരിക്കലും ഒരു ഡിവോഷണൽ ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല. അതാണ് വ്യത്യാസം. അപ്പൊ കേക്കിൻ്റെത് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അതെന്റെ ഒരു പാഷനാണ്. ഈ ജിത്തു സുധിയിൽ ഞാനിപ്പോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടിനുള്ള ഉത്തരമായിട്ടാണ്. പല കമന്റിന്റെയും ഉത്തരങ്ങളാണ് അടുത്തടുത്ത വീഡിയോസ് ആയി വരുന്നത്. അത് കൂടാണ്ട് ഞാൻ ഒരൊറ്റ വീഡിയോ ആണ് ഇതിലൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. അത് എന്തിനായിട്ടെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡിവോഷണൽ ടൈപ്പ് അല്ല, ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. നിങ്ങളോട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്തു. നമ്മള് പിന്നെ വഴുതനങ്ങ വെച്ചിട്ട് ഒരു കറിയൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനത്ര റീച്ചും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാ എങ്ങനെ വ്ളോഗായിട്ട് എങ്ങാനും കൊണ്ടുപോവാം. കാരണം പല ആൾക്കാരുടെയും മനസ്സിൽ ഞാൻ എന്തോ എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാണ്. കാരണം എനിക്ക് എന്നുവെച്ചാൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് എന്നോട് വന്ന് പറയുന്നത്. ആ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇഷ്ടംപോലെ ആളുകൾ എന്നെ കോൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവരുടെ പല പ്രശ്നങ്ങളും, ജ്യോതിഷപരമായിട്ടുള്ള കുറെ ഡൗട്ടുകളൊക്കെ കമന്റിൽ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒന്നും അറിയില്ല, ഉത്തരം അറിയില്ലല്ലോ. അപ്പൊ ഇത് അവരോട് പറയണ്ടേ? എന്നുവെച്ചാൽ എനിക്കറിയാത്ത കാര്യമാണ്. ഞാൻ അതിനെ വെറുതെ സംഭവം അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിച്ചിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും വീഡിയോ ഭയങ്കര റീച്ച് ആവുന്ന എനിക്ക് ഉറപ്പാട്ടോ. ആ ഒരു വേല തന്നെ ഞാൻ പോവാണെന്നുണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് ക്ലിക്ക് ആവുമെന്ന് എനിക്കറിയാം. പക്ഷെ അത് എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. പിന്നെ ഞാനത് ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയുമ്പോൾ അതിനെപ്പറ്റി മുഴുവൻ പഠിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ രീതിയിൽ തന്നെ കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചാനലിന്റെ ഓരോ വീഡിയോസിന്റെയും സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോസിന്റെ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ റീച്ചും കാര്യങ്ങളൊക്കെ ഏത് ഏടം വരെയുള്ളതും. ഇപ്പം ഭയങ്കര ഡൗൺ ആണ്. ജിത്തു സുധിയിലെല്ലാം ഭയങ്കര ഡൗൺ ആണ്. വാച്ച് അവർ കുറവാണ്, പിന്നെ വ്യൂസ് കുറവാണ്, എല്ലാം കുറവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് അങ്ങനത്തെ അത്തരത്തിലുള്ള വീഡിയോസ് അല്ല ഇട്ടത്. അതായത് ബ്രഹ്മമുഹൂർത്ത വിളക്കിന്റെ ഏത് വീഡിയോ ഇട്ടാലും ഭയങ്കര റീച്ച് ആയിരിക്കും. പക്ഷെ ഞാനിപ്പോ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നില്ല. മാത്രമല്ല വീഡിയോസ് ഇടാൻ ഭയങ്കര ഗ്യാപ്പ് കൂടി. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. ചാനലിനെ എപ്പോഴും എൻഗേജ്ഡ് ആക്കിക്കൊണ്ടേയിരിക്കാം. അത് പിന്നെ അതിലൊരു ഗ്യാപ്പ്, ഒരു മന്ദത വരുന്ന സമയത്ത് ചാനൽ എല്ലാ കാര്യത്തിലും നമുക്കൊരു മന്ദത, നമ്മൾ എങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്നോ അതുപോലെ ഉണ്ടാവും ചാനലും ആക്റ്റീവായിട്ട്. അപ്പൊ അതുകൊണ്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കറക്റ്റ് നമുക്കൊരു പ്ലാനിങ് വേണം. പിന്നെ അതിനു വേണ്ടി എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടാലേ നമുക്ക് റീച്ച് കിട്ടുള്ളൂ കേട്ടോ. അതായത് നമ്മൾ വിചാരിച്ച പോലത്തെ ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളും അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. ശ്രദ്ധിച്ചു നോക്കിക്കൂടെ, ഇപ്പൊ ഫേമസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിന്റെയും വീഡിയോസ് കാണുമ്പോൾ ഞാനൊക്കെ അവരിങ്ങനെ തൊഴുതു പോകും. കാരണം നീതു ക്രിയേഷൻസ്, അവർ ആ ചേച്ചിയൊക്കെ ഞാൻ വിചാരിക്കും 3 ദിവസം കൂടുമ്പോ ചേച്ചി വീഡിയോ ഇടുന്നില്ലേ. അപ്പൊ ഞാൻ ഈശ്വര, ഇവരൊക്കെ എത്ര എഫേർട്ട് എടുത്താൽ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഓരോരോ തരത്തിൽ വേഷം മാറുന്നു, അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യുന്നു, എഡിറ്റിങ് എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. എന്നെ സംബന്ധിച്ച് ഇപ്പൊ അങ്ങനെ ഒരു ധൃതി പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. വീട്ടിൽ ഞാൻ ഒറ്റക്കാണ്, എനിക്കൊരു കുഞ്ഞുവാവുണ്ട്. ഈ വോയിസ് കൊടുക്കാൻ തന്നെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലത്തെ മോളെ വിളിച്ചു വരുത്തി എന്റെ മോളെ ഏൽപ്പിച്ചിട്ട് ഒരിത്തിരി നേരത്തേക്ക് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പല തവണയായിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാനിപ്പം ഭയങ്കര ഒരു ഇതിലാണുള്ളത്. അതിന് കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആകുമ്പോൾ ഞാൻ കുറച്ച് മെനക്കെട്ടിട്ട് ഇന്നത് ചെയ്യണം എന്ന പ്ലാനിങ്ങോട് കൂടിയിട്ട് ചാനലിലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ പറ്റാവുന്ന സമയത്തൊക്കെ ഞാൻ ഓടി വരാറുണ്ട് ചാനലിലേക്ക്. യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരും മടി കാണിക്കേണ്ട. ഇത് ആർക്കോ നടക്കുന്ന ഒരു കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും സാധിക്കും. മനസ്സ് വേണം, നമ്മളെ ഹാർഡ് വർക്കും വേണം. അതായത് വീഡിയോ താല്പര്യത്തോട് കൂടിയിട്ട് എപ്പോഴും ഇങ്ങനെ എന്ന് വെച്ചാൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് പിന്നെ ഒരു മടുപ്പ് വന്നു പോയാൽ അവിടെ തീർന്നു, ചാനലും അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ
ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ജെ4ടെക് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വേറെയും ചാനൽ ഉണ്ട് കേട്ടോ. പിന്നെ കുറെ ചാനലുണ്ട്, ഫേമസ് ആയിട്ടുള്ള കുറേ ചാനൽ. ടെക് ചാനൽ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടും. അപ്പോൾ യൂട്യൂബിന്റെ അൽഗോരിതങ്ങൾ, യൂട്യൂബ് എന്താന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. നമ്മൾ മലയാളീസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് മലയാളീസ് ആയിട്ടുള്ള സ്റ്റാഫ് ഇതിലുണ്ടല്ലോ, നമ്മളെ ഓരോ കമന്റ് പോലും അവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഒരു കമന്റ് ഇട്ടിട്ട് അതിനൊരു റിപ്ലൈ, ഒരാൾ എന്നോടൊരു മോശമായിട്ടൊരു കമന്റ് ഇട്ടപ്പോ, വളരെ മോശമായിട്ട് ഒരൊറ്റ കമന്റേ വന്നിട്ടുള്ളൂ, അതൊരു ഞരമ്പ് രോഗിയാണെന്ന് തോന്നുന്നു. അപ്പൊ അവര് വന്നിട്ട് അങ്ങനെ ഒരു കമന്റ് ഇട്ടപ്പോ എനിക്കത് ഭയങ്കര, പക്ഷെ നമ്മളെ ചാനലിന്റെ താഴെ ഒന്നും വന്നിരുന്ന കമന്റ് അല്ല, അത് വഴി തെറ്റി വന്ന ഏതോ ഒരു കോഴിയാണ്. അപ്പൊ ഞാൻ അവർക്ക് മോശമായിട്ട് എന്നെ റിപ്ലൈ കൊടുത്ത സമയത്ത്, താൻ പോടോന്ന് അങ്ങനത്തെ രീതിയിൽ എന്തോ ഞാനൊരു റിപ്ലൈ കൊടുത്ത സമയത്ത് അപ്പൊ തന്നെ എനിക്ക് മെയിൽ വന്നു കേട്ടോ. അതായത് ഇവരെന്ത് എങ്ങനെ കമന്റ് ഇട്ടാലും നമ്മളായിട്ട് തന്നെ മുന്നോട്ട് പോവാന്നുള്ള രീതിയിൽ കമന്റ് വന്നപ്പോ ഞാൻ എന്റെ കമന്റ് ഡിലീറ്റ് ചെയ്തു. അപ്പൊ യൂട്യൂബിനെ, അതായത് നമുക്ക് ഒരു ബോസ് ഉണ്ട് മേലെ എന്നുള്ളൊരു വിചാരത്തോട് കൂടിയിട്ട് യൂട്യൂബിന്റെ ആ ഒരു ഇതിലാണ്, ഒബ്സർവേഷനിലാണ് നമ്മൾ എപ്പോഴും ഉള്ളത്, നമ്മളെ ചാനലിനുള്ള ഒരു ബോധത്തോട് കൂടിയിട്ട് കൃത്യമായിട്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾ സക്സസ് ആവും. ഞാനിപ്പം ഹാർഡ് വർക്ക് ചെയ്യാത്തോണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിചാരിച്ചെടുത്ത് എത്താൻ പറ്റും, വിചാരിച്ചതിനും അപ്പുറത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും. പുതിയ യൂട്യൂബേഴ്സ് ആരും മടിക്കണ്ട കേട്ടോ. എന്താ പറയാ, നിരാശപ്പെട്ടിട്ട് താഴോട്ട് പോവണ്ട. ഒരുപടി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഇനി ഞാൻ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക് ചാനലിനെ ആശ്രയിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ മോണിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പൈസ കിട്ടിയിട്ടോ, പൈസ അങ്ങനെ നമ്മളൊരു, അത് നമുക്കൊരു വേറെ എവിടെയും ജോലിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ പോലെയല്ല. ഞാൻ പല വർക്ക് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്, പല ഓഫീസിലും പല വർക്ക് ചെയ്തിട്ട് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ യൂട്യൂബിൽ നിന്ന് വരുന്ന ഒരു പൈസ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീലാണ് എൻ്റെ മനസ്സിന് കിട്ടിയത്. അപ്പൊ യൂട്യൂബിൽ നിന്ന്, ഒരു ഗൂഗിളിൽ നിന്ന് ഒരു ലെറ്റർ ഒക്കെ വരും നമ്മളെ വീട്ടിലേക്ക്. ഈശ്വരാ, ഗൂഗിളിൽ നിന്ന് ഒരു ലെറ്റർ ഒക്കെ നമ്മളെ വീട്ടിലേക്ക്, അതെനിക്ക് ഭയങ്കര, എനിക്കതെന്തോ വലിയ സംഭവമാണ്. അപ്പൊ എല്ലാവരും മടിച്ചു നിൽക്കാണ്ട് യൂട്യൂബിലേക്ക് വാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും, ഞാനൊരു ടെക് ചാനലൊന്നുമല്ല, പക്ഷെ ഇൻസ്ട്രക്ഷൻസ് അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, യൂട്യൂബിൽ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്കറിയുന്ന കാര്യങ്ങൾ ബാക്കി നിങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഒട്ടും മടി കൂടാണ്ട് യൂട്യൂബിലേക്ക് വന്നോ. യൂട്യൂബ് അങ്ങനെ നമുക്ക് പറ്റാത്തൊരു ഇടമല്ല, നമുക്ക് പറ്റിയ ഇടം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്താ പറയാ, മനസ്സറിഞ്ഞ നന്ദി, ഒരായിരം നന്ദി. നമ്മൾ അടുത്ത ഗിവ് അവേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജിത്തൂസ് ഡാൻ ചാനലില്. അപ്പൊ ഈ ചാനലിന് തന്നെ എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് സ്നേഹം. എനിക്ക് ഒരുപാട് നല്ല നല്ല സ്നേഹമുള്ള ബന്ധങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരോടും എന്റെ കൈകൂപ്പി ഞാൻ ഹൃദയത്തിൽ നിന്ന് മനസ്സറിഞ്ഞ് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു.